നമസ്കാരം. സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലായാലും ചില കമൻറ്റുകളിലൊക്കെ ലെസ്ബിയനെയും ഗേ മറ്റ് വിഭാഗങ്ങളെയും അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്ന പല മതപണ്ഡിതരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, അസെക്ഷൽ, ഇൻ്റർസെക്സ്, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും അവരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇതിനൊക്കെ പുറമെയായിട്ട് പല വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരും മതാധ്യാപകരും കൊച്ചുകുട്ടികളെ അമാനുഷികമായിട്ട് വളരെ മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെന്നല്ല ലോകത്തെമ്പാടും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതാണ് പ്രകൃതി വിരുദ്ധം. രണ്ട് വ്യക്തികൾ സ്വമേധയാ അവർക്കിഷ്ടപ്പെട്ടുകൊണ്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ വിവാഹം കഴിക്കുകയോ ഒരുമിച്ച് ജീവിക്കുകയോ ചെയ്യുന്നത് ഒരു കാരണവശാലും പ്രകൃതി വിരുദ്ധമല്ല. അത് പ്രകൃതിപരമാണ്. അത് ഈ ലോകത്ത് ഏകദേശം എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. മറിച്ച് മതപാഠശാലകളിൽ വരുന്ന പിഞ്ചുകുട്ടികളോട് അവിടുത്തെ മുതിർന്ന അധ്യാപകരെന്ന് പറയുന്ന വ്യക്തികൾ ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്നും നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം, നമുക്ക് ഒരു ഗൂഗിളിൽ കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്നതാണ്. മതപാഠശാലയിലെ അധ്യാപകരെ കുറിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതേതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അത് അടിച്ചാൽ ഇന്ന് എത്ര മതാധ്യാപകരാണ് കേസുമായിട്ട് കോടതിയിൽ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. പല കേസുകളും അതാത് വിഭാഗത്തിൽപ്പെട്ടവർ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം മതാധ്യാപകരാണോ മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? ലോകം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കുന്ന ഏത് സെക്സിനെയും എന്തിനേയും അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ഇത്തരം വികൃത കാര്യങ്ങൾ ചെയ്യുന്ന ഈ മതാധ്യാപകരാണോ ധാർമ്മികതയും മാനവിക മൂല്യവും പഠിപ്പിക്കാൻ നടക്കുന്നത്? അത്തരം അധ്യാപകരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ, സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് ആരോടാണ് ഇഷ്ടം തോന്നുന്നത് എങ്കിൽ അവരുമായി ജീവിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അതല്ലാതെ മതത്തിൻ്റെയോ ജാതിയുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അവരെ വലിച്ചഴക്കുകയും അവർക്കിഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതോടുകൂടി ആ വ്യക്തികളുടെയും അവർ വിവാഹം ചെയ്യുന്ന വ്യക്തികളുടെയും ജീവിതം നശിച്ചു പോകും എന്നല്ലാതെ ഇതിന് വേറൊരു മാർഗവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സ്വമേധയാ പ്രകൃതിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് എപ്പോഴും രംഗത്ത് വരുന്നത് കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മളുടെ സമൂഹത്തിൽ ചില വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ കുട്ടികളോട്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് വളരെ വികൃതമായ രീതിയിൽ അവരുടെ മനോവൈകൃതമാണ് ആ കുട്ടികളിൽ അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അത്തരക്കാരാണ് മാനവിക മൂല്യങ്ങളെയും മതഗ്രന്ഥങ്ങളെയും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളെയും കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് പ്രസംഗിക്കാനും തയ്യാറായി നടക്കുന്നത്. അവർ സ്വയം ചിന്തിച്ചാൽ
അവർക്ക് മനസ്സിലാകാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്വയം അവനവനെക്കുറിച്ച് ചിന്തിച്ച് തങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളെ തിരുത്തി മുന്നോട്ട് പോകാനാണ് ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത്. കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആരുടെയും പേരെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മതങ്ങളുടെ പേരോ ഒന്നിൻ്റെയും പേര് പറഞ്ഞിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എനിക്ക് ചില സെമിറ്റിക് മതങ്ങളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാത്ത മതങ്ങളോടുമുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു വ്യക്തി അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ, അവരുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ അത് അനുവദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളോ മതമൂല്യങ്ങളോ മാനവികതയോ അല്ല അവിടെ പ്രധാനമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നന്ദി, നമസ്കാരം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.